കിഴക്കും തെക്കും പടിഞ്ഞാറും കടലാണ്. എവിടെ പോയി? കടലിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ കന്യാകുമാരി ഒരു മുനമ്പാണ്. പളിങ്കിന്റെ ഗ്രന്ഥകർത്താവിന്റെ ശരിയായ പേര് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. മധു എന്റെ കൂടെ പഠിച്ച ആളാ. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ പത്രത്തിലുണ്ട്. ഇതാ. അച്ഛനും ഞാനവിടെ നടക്കാൻ ഇറങ്ങിയപ്പോ വൈകിട്ടത്തെ പത്രം കിട്ടി. ഞാനതും കൊണ്ട് ഇനി മുൻപേ ഓടി. അച്ഛൻ ഇതാ പിന്നാലെ വരുന്നുണ്ട്. സാർ ഹാളിലോട്ട് വരണം. അച്ഛാ, മധുവിന് ഞാനൊരു അനുമോദന കത്ത് എഴുതട്ടെ? ഓ, എന്റെ അനുമോദനങ്ങളിലൂടെ അറിയിച്ചേക്കും. എന്നാ കമ്പി അടിക്കാം. ആവശ്യം. കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പോ മധു ഒരു ബോറിനെ പോലെയായിരുന്നു. ഒരു എഴുത്തുകാരനാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. വിചാരിക്കുന്നത് പോലെയാണോ എല്ലാം സംഭവിക്കുന്നത്? അല്ലേ പ്രവേ? അതെ. സാറിന് എന്താ ഉത്സാഹമില്ലാത്തതുപോലെ? പിന്നെ നിന്നെ പോലെ ഞങ്ങളൊക്കെ തുള്ളിച്ചാടി നടക്കണം. എന്റെ കുട്ടിക്ക് സുഖമില്ലെന്നൊരു കത്ത് വന്നു. വീട് വരെ ഒന്ന് പോയാൽ തിരക്കില്ലായിരുന്നു. പോയാലും സാർ ഉടനെ മടങ്ങി വരണം. ഞങ്ങൾ മധുവിന് ഒരു സ്വീകരണം ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തെ മനക്ഷോഭം കൊണ്ട് ഞാൻ എന്തെല്ലാമോ പറഞ്ഞു. നിന്നെപ്പറ്റി എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല കുഞ്ഞെ. കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയുള്ള ഒരമ്മയുടെ ഹൃദയത്തിന്റെ വേദന നിനക്കറിയാമോ? അപ്പു ഇന്ന് വരേണ്ട ദിവസമാണ്. അവൻ വരൂ. അമ്മനെയും അപ്പുവിനെയും ഇന്ന് തന്നെ ചേച്ചിയുടെ. നബീസ, നീ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ബാപ്പ ബഹളം കൂട്ടും. ഞാൻ ഈ വീടൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. എന്റെ വീട് ചുടുകാട് പോലെ ആയല്ലോ നബീസ. ഞാൻ പോയിട്ട് വരട്ടെ ചേച്ചി. അപ്പു വന്നാൽ ഉടനെ അവനെ വേണം. ഇങ്ങോട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ആ, എന്നാ അങ്ങോട്ടുണ്ട്. അട്ടയിലിട്ടേരെ. കപ്പലുണ്ടാ? എന്താ വന്നത്? എന്തെങ്കിലും ചോദിച്ചോ? ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. വിശേഷിച്ചൊന്നുമില്ല. വല്ലാത്ത ചൂട്. നല്ല വെയിലാണ്. മധു എന്നെ ജാമ്യത്തിൽ ഇറക്കിയതിൽ ദയവ് ചെയ്ത് നന്ദി പറയരുത്. നിശബ്ദമായി ചിന്തിക്കുവാനും നിശബ്ദമായി ജീവിക്കുവാനും മാത്രം അറിയാവുന്ന ഒരു വികാര ജീവിയാണ് ഞാൻ. ശാരദയ്ക്ക് അറിയാമോ അത്? എനിക്കറിഞ്ഞുകൂടാ. ആർക്കും അതറിയുകയില്ല. ഈ കൊച്ചു പുസ്തകത്തെയും എന്നെയും ചൊല്ലി സാഹിത്യ ലോകത്ത് എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കുന്നു. എനിക്കത് അശേഷം ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. സാഹിത്യകാരന്മാരെല്ലാം അങ്ങനെയാണ്. എന്തോ ഞാൻ അങ്ങനെയാണ്. എന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്തതാണ് ഈ പുസ്തകം. എന്റെ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരവും പളങ്കിലുണ്ട്. എന്റെ നായിക ശാരദയാണ്. അതുകൊണ്ടാണ് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞത്. അപ്പോൾ എനിക്ക് നന്ദി കാണുമെന്നറിയാം. ശാരദയ്ക്കൊരു
കടപ്പാട് തോന്നാം. എന്നാൽ ശാരദയ്ക്ക് അങ്ങനെ കടപ്പാട് തോന്നിയിട്ടില്ല. എന്നല്ല, ഞാൻ നിങ്ങളെ കൂടുതൽ വെറുക്കുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് കടപ്പാട് പറയുന്നത് കേൾക്കാനാണോ ഇങ്ങോട്ട് പുറപ്പെട്ടത്? വളരെ ക്രൂരമായിട്ടാണ് സംസാരിക്കുന്നത്. വളരെ ക്രൂരമായിട്ടാണ്. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു? ഞാൻ ഇന്നലെ ശാരദയുടെ സഹോദരനെ കണ്ടിരുന്നു. ഞങ്ങൾ പലതും സംസാരിച്ചു. എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് ശാരദയോടുള്ള ഈ വികാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. നിങ്ങളുടെ വികാരത്തിന് ഇരയാകുവാൻ എനിക്ക് സാധ്യമല്ല. എന്നും ശാരദ എന്റേതായിരിക്കണമെന്ന് എനിക്ക് ആശയില്ല. ഞാൻ തുറന്നു പറയുകയാണ്, ഒരേ ഒരു ദിവസം. ക്ഷമിക്കണം, ഇനി നിങ്ങൾ സംസാരിക്കണ്ട. മേലാൻ ഇവിടെ വരാൻ പാടില്ല. ഇനി എനിക്ക് യാതൊരു സഹായവും ചെയ്യരുത്. ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. നിങ്ങൾ പോകൂ. ഞാൻ അടുത്ത വീട്ടിലേക്കൊന്ന് പോവുകയാണ്. എന്താ? അപ്പുവിനെ പോലീസ് പിടിച്ചുപോയി. എന്തിനാ? അവൻ കപ്പലണ്ടി വിറ്റുകൊണ്ട് നടന്നു. അവന്റെ ആ പാട്ടയിൽ ആരാണ്ടുടെ എഴുത്തുണ്ടായിരുന്നു. അവനെ അവൻ ഒരുപാട് ഉപദ്രവിച്ചു. അവിടെ 100 സഹായം കൂടി ചെയ്തു. അവനെ ഉടനെ വിടുവിക്കണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവർ കൊന്നുകളയും. ഞാൻ പറഞ്ഞാൽ അവർ വിടുമോ? വിടും. അവന്റെ തള്ള ഇതറിഞ്ഞ തല തല്ലിച്ചാവും. ദൈവം തമ്പുരാനെ വിചാരിച്ച് അപ്പുവിനെ വിടിയിച്ചു തരണേ. എന്താ നബീസ? എന്താ? അപ്പുവിനെ കണ്ടോ? അവനെന്താ? എന്റെ കുഞ്ഞിനെന്താ? പോലീസ് പിടിച്ചു. ചേച്ചി, 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 അവിടെ നിന്ന് കുഞ്ഞിനെ വിടുവിച്ചത് നബീസ. ഞാൻ അവനെ വിടുവിക്കാം. വേണ്ട, നിങ്ങൾ പോകണം. ചേച്ചി, സാരമില്ല കുഞ്ഞെ. എനിക്ക് ശരീരം വല്ലാതെ വരുന്നു. നീ ഒന്ന് താങ്ങിക്കേ. ആരാണ് ആ കടലാസ് നിന്റെ കയ്യിൽ തന്നത്? എനിക്കറിയില്ല. നീ പറയൂല ഇല്ലേ? മര്യാദക്ക് പറഞ്ഞു, ആരാണ് നിന്റെ കയ്യിലെ കടലാസ് തന്നത്? എനിക്കറിയില്ല. എന്തായിരുന്നു അത്? എനിക്കറിയില്ല. ആർക്ക് കൊടുക്കാനായിരുന്നു? ഞാൻ പറയൂല. ഇല്ലേ? ഇല്ല, ഇല്ല, ഇല്ല. മോനെ പറയരുത്, പറയരുത്. മരിക്കണ നീ, രാജ്യത്തിന് വേണ്ടി മരിക്കണ നീ.